എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോയുടെ വാട്ടർമാർക്കുള്ള ഏരിയ മാത്രം കളഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയ റീറ്റെയിൻ ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോയെ ക്രോപ്പ് ചെയ്ത് സൈസ് ചെയ്യുന്നത്? എങ്ങനെയാണ് നമ്മൾ ഒരു വീഡിയോയിൽ മൗസ് പോയിന്റർ എല്ലാം കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ടൈം ലൈൻ അല്പം കൂടെ വലുതാക്കി സൈസ് ചെയ്തിട്ട് സൗകര്യം അനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്? അത്തരം കാര്യങ്ങളാണ് ഗൈസ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. റൈറ്റ് സൈഡിലെ അസറ്റ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതൊരു പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യും. ഈ കാണുന്നത് കംപ്ലീറ്റ് അസറ്റ്സ് ആണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കാറ്റഗറി വൈസ് നമുക്ക് അസറ്റ്സിനെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എഫക്ട്സ്, ട്രാൻസിഷൻ, സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റ് ആൻഡ് മ്യൂസിക്, ഇത്രയും കാറ്റഗറീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്ന ഓരോ തമ്പനെയിൽസും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന അസറ്റുകളാണ്. വൺസ് ഇറ്റ് ഈസ് ഡൗൺലോഡഡ്, അത് നമ്മുടെ ലെയർ എന്ന് പറയുന്ന ബട്ടൻ്റെ അണ്ടറിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള നല്ല ഡൈനാമിക് ആയിട്ടുള്ള ടെക്സ്റ്റ് എഫക്ട്സ്, സ്റ്റിക്കേഴ്സ്, ട്രാൻസിഷൻ എഫക്ട്സ് എല്ലാം കാണാൻ സാധിക്കും. നമുക്ക് മ്യൂസിക്കും അവൈലബിൾ ആണ്. കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് കിൻമാസ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാം അസറ്റ്സിലാണ്. ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള സൈഡിൽ കാണുന്ന ടാബുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മളുടെ വീഡിയോയിലോ നമ്മളുടെ ഫോട്ടോയിലോ ഒക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിരിക്കുന്ന എഫക്റ്റുകൾ, സ്റ്റിക്കേഴ്സ്, ക്ലിപ്പ് ആർട്ട് എന്ന് പറയുന്ന കാറ്റഗറീസുള്ള 3 കാറ്റഗറീസ് ലെഫ്റ്റ് സൈഡിൽ കാണാം. നമ്മളിവിടെ ഡൗൺലോഡ് ചെയ്ത ഐറ്റംസൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇതിൽ കാണുന്നത് പോലെ നമുക്ക് തൽക്കാലം നമ്മുടെ മെയിൻ വിൻഡോയിലേക്ക് പോകാം. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇൻസേർട്ട് ചെയ്യാം. ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ലെയർ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ ടൈം ലൈനിൽ ഫസ്റ്റ് ലെയറായി ഇൻസേർട്ട് ആയിരിക്കുകയാണ്. അതിനുശേഷം ലെയർ ബട്ടണിൽ പോയിട്ട് നമുക്കൊരു വീഡിയോ ക്ലിപ്പ് സെക്കൻഡ് ലെയറായിട്ട് ഇൻസേർട്ട് ചെയ്യാം. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ വീഡിയോ ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ നമ്മുടെ ടൈം ലൈനിൽ കാണാൻ സാധിക്കും. അതുപോലെ മെയിൻ എഡിറ്റിംഗ് വിൻഡോയിലും കാണാൻ സാധിക്കും. തൽക്കാലം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളത്ര എക്സ്റ്റെൻഡ് ചെയ്യാം. എനിക്കിപ്പോൾ 1 മിനിറ്റ് വീഡിയോ ആണ് വേണ്ടത്. അതുകൊണ്ട് 1 മിനിറ്റ് വീഡിയോ കിട്ടുന്ന രീതിയിൽ ഞാൻ 2 ലെയറുകളും ട്രിം ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് സെലക്ട് ദ ഫസ്റ്റ് ലെയർ ആൻഡ് ട്രിം ടു ദ റൈറ്റ്. കട്ടായിട്ടുണ്ട്. സെക്കൻഡ് ലെയറും അതുപോലെ തന്നെ ചെയ്യുക. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കിൻമാസ്റ്ററിൻ്റെ ക്രോപ്പിംഗ് ടൂളാണ്. ക്രോപ്പിംഗ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ ആഡ് ചെയ്ത വീഡിയോ ക്ലിപ്പിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏരിയാസ് ക്രോപ്പ് ചെയ്ത് ആ റെഡ് റെക്റ്റാങ്കിളിൻ്റെ സൈസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും 4 കോർണേഴ്സിലുള്ള ഹാൻഡിൽസ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ലെയറിനെ ക്രോപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത് വളരെ ഉപകാരമുള്ള ടൂളാണ്. നമുക്ക് വാട്ടർ മാർക്ക് അതുപോലുള്ള ഏതെങ്കിലും സിമ്പിൾസായി കളയാനായിട്ട് വളരെ നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു ടൂളാണ്. നമ്മുടെ ക്രോപ്പ് ചെയ്ത വീഡിയോയെ നമുക്ക് റൈറ്റ് സൈഡിൽ കാണുന്ന ഹാൻഡിൽസ് വഴി നമുക്ക് സൂം ചെയ്യാനോ റൊട്ടേറ്റ് ചെയ്യാനോ സാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണിത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് റൊട്ടേറ്റിംഗ് ആൻഡ് മിററിംഗ് ദ ക്ലിപ്പ് എന്ന് പറയുന്ന ടൂളാണ്. അതിനായി ക്ലിപ്പ് സെലക്ട് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്യുക. റൊട്ടേറ്റ് ആൻഡ് മിററിംഗ് എന്ന് പറയുന്ന ഐക്കൺ എടുക്കുക. ഇതിൽ 4 ഐക്കൺസ് ഉണ്ട്. 2 മിററിങ്ങിനും 2 റൊട്ടേറ്റിങ്ങിനും ഉള്ളതാണ്. നമുക്ക് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ മിറർ ചെയ്യാം. അതുപോലെ കൗണ്ടർ ക്ലോക്ക് വൈസോ നമുക്ക് റൊട്ടേറ്റും ചെയ്യാൻ സാധിക്കും. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്ട്രാക്റ്റിംഗ് ദ ഓഡിയോ എന്ന ഓപ്ഷനാണ്. നമുക്ക് അതുവഴി നമ്മളുടെ ക്ലിപ്പിൻ്റെ ഓഡിയോയെ സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ ടൈം ലൈനിൽ അവൈലബിൾ ആക്കി എടുക്കാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം അത് സെപ്പറേറ്റ് എഡിറ്റ് ചെയ്യുകയോ വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ഡബ്ബിംഗ് ആഡ് ചെയ്യുകയോ ചെയ്യാം. എക്സ്ട്രാക്ട് ചെയ്ത ക്ലിപ്പ്, ഓഡിയോ ക്ലിപ്പ് താഴെ ഒരു ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോട്ട് ഓഫ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈം ലൈൻ വ്യൂ ആണ്. ലെഫ്റ്റ് സൈഡ് ടൂൾ പാഡിലെ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ടൈം ലൈനെ ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ആ ടൈം ലൈനിൽ കാണാൻ സാധിക്കും എത്ര ലെയർ ഉണ്ടെന്ന് കാണാൻ സാധിക്കും, എത്ര ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, എത്ര വീഡിയോ ക്ലിപ്പുകളുണ്ട്, എത്ര ഓഡിയോ ക്ലിപ്പുകളുണ്ട്, എല്ലാം നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണുകയും അവിടെ മാനേജ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. നമുക്ക് എക്സിറ്റ് ചെയ്യാം. അടുത്തത് നമ്മൾ നോക്കുന്നത് സെറ്റിംഗ്സ് ബട്ടണാണ്. സെറ്റിംഗ്സ് ബട്ടണിൽ ഓഡിയോ, വീഡിയോ, എഡിറ്റിംഗ് 3 ടാബും കാണാൻ സാധിക്കും. നമുക്കിത് 3ഉം എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലിപ്പോൾ ഓഡിയോ ആണെങ്കിൽ ഓഡിയോയിലെ ഒരു മെയിൻ ഫീച്ചറാണ് ഓഡിയോ ഫെയ്ഡ് ഇൻ ആൻഡ് ഓഡിയോ ഫെയ്ഡ് ഔട്ട്. നമ്മുടെ പ്രോജക്റ്റ്, നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓഡിയോ ഫെയ്ഡായി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ സെക്കൻഡ് സഹിതം സെറ്റ് ചെയ്യാൻ സാധിക്കും. താഴെ കാണുന്ന ടാബുകൾ വഴി താഴെ ഒരു ഹൊറിസോണ്ടൽ സ്ലൈഡിങ് ബബിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് വീഡിയോ സ്റ്റാർട്ടായി എത്ര സെക്കൻഡ്സ് കഴിഞ്ഞ് ഓഡിയോ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറയാൻ സാധിക്കും. അതുകൂടാതെ വീഡിയോ എൻഡ് ആകുന്നതിന് എത്ര ടൈം മുമ്പ് ഓഡിയോ വോളിയം
ഡിക്രീസായി വരണം എന്നും പറയാൻ സാധിക്കും. വീഡിയോയിലും അവൈലബിൾ ആണ്. നമ്മളുടെ വീഡിയോ എത്ര സെക്കൻഡ്സിന് ശേഷം ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോയിലേക്ക് വരണം എന്നും എത്ര സെക്കൻഡ്സിന് മുൻപ് നമ്മളുടെ വീഡിയോയിൽ നിന്നും ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ട്രാൻസിറ്റ് ചെയ്യണം എന്നും നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ നോക്കാൻ പോകുന്നത് എഡിറ്റിംഗ് എന്ന ടാബാണ്. എഡിറ്റിംഗ് എന്ന ടാബിൽ ഡിഫോൾട്ട് ഡ്യൂറേഷൻ ഓഫ് ക്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഏരിയ നമുക്ക് നോക്കാം. ഇതിൽ ഡിഫോൾട്ട് കിടക്കുന്നത് 4.5 സെക്കൻഡ്സ് ആണ്. നമുക്ക് ചേഞ്ച് ചെയ്ത് ഏറ്റവും മാക്സിമം 14.5 വരെ ആക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലിപ്പ് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിലേക്ക് എടുക്കുകയാണെങ്കിൽ ആ ക്ലിപ്പിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 14.5 സെക്കൻഡ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഈവൻ ഇറ്റ് ഈസ് എ സ്മോൾ ക്ലിപ്പ്, അത് 14.5 സെക്കൻഡ്സിലേക്ക് വന്ന് നിൽക്കും. അത് കുറച്ച് നോക്കാം, 6ലേക്ക് എത്തിച്ച് നോക്കാം. അതിനുശേഷം നമുക്ക് പുതിയൊരു ക്ലിപ്പ് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഇൻസെർട്ട് ചെയ്യുന്നു. ഇവിടെ കാണാൻ സാധിക്കും ഡിഫോൾട്ടായിട്ട് 6 എന്ന ഡ്യൂറേഷനിലാണ് കിടക്കുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൈൻമാസ്റ്ററിൻ്റെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്.